ഞങ്ങളെന്താണ് നിലവിളിച്ചിട്ട് കോഴിക്കലിട്ടമാതിരി ഇങ്ങനെ നടക്കണത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല. എന്നാൽ വേറെ ഒന്നല്ല, ഇന്ന് ഞങ്ങൾക്ക് സാലറി കിട്ടിയ ദിവസമായതുകൊണ്ട് അത് ഈ നെസ്റ്റോയിലുള്ള ജീവനക്കാർക്കും പാടെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ. അപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഇത് ശരിയാവുള്ളൂ. ഈ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങൂല. എൻ്റെ മന്നൂഫി എടുത്ത് നോക്കണ കാണുമ്പോൾ വിചാരിക്കും അവളിപ്പോൾ അതൊക്കെ വാങ്ങുന്നു. പക്ഷെ വാങ്ങൂല. അതൊരു വലിയ നഗ്നമായ സത്യമാണ്. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പ്രത്യേക സ്ഥലം വേണമെന്നൊന്നുമില്ല. എവിടെ മിറർ ഉണ്ടോ അല്ലെ എവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും ഫോണും പിടിച്ച് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ഏരിയ ആണ് ഫുഡ്. ഞങ്ങൾ ജീവിക്കുന്നതേ ഫുഡ് കഴിക്കാനാണോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന ഒരു രീതി കണ്ടാൽ നിങ്ങൾക്കും തോന്നും. അങ്ങനെ എപ്പോഴും ഫുഡ് സെലക്ട് ചെയ്യണതും ബില്ല് പേ ചെയ്യണതൊക്കെ നഫിയാണ്. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾ വാങ്ങിയ ഫുഡ് എനിക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ചായയും വേണം. അപ്പോൾ പാവ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. ഈ ചങ്ങായി ഈ ആറ്റിനെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വലിയ എന്തോ സംഭവമാണ്. പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ നല്ല ആസ്വദിച്ച് കുടിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ എന്ത് വാങ്ങിയാലും ആദ്യം ടേസ്റ്റ് നോക്കൽ ഞാനാട്ടോ. കാരണം എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സംഭവം. ആദ്യം പൊട്ടിക്കുന്നതും അത് ടേസ്റ്റ് നോക്കുന്നതും ഒക്കെ അങ്ങനെ ഒരുപാട് കഴിക്കില്ലെങ്കിലും ഫസ്റ്റ് ഞാൻ നോക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. ഞങ്ങളെന്തായാലും സംഭവം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി വാങ്ങും. ഉമ്മാനെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമല്ലോ. അപ്പോൾ പിന്നെ കുറഞ്ഞ പൈസ കിട്ടുന്ന സാധനമാണ് തക്കാളി. കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിയിട്ട് കവറിലിട്ട് കണ്ട് ഉമ്മാനെ പറ്റിക്കാൻ വേണ്ടി പോയി. അല്ലേ ഉമ്മ വിചാരിക്കൂലേ എന്തിനു പോയതാണെന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട്